നമുക്ക് ചോദ്യമൊന്നുമില്ല. ഉത്തരം മാത്രം. നെറ്റ് റേറ്റ് ഒരേ റേറ്റ് പറയൂ. 4,50,000 നമുക്ക് കൊടുക്കാം. 2010 G4 സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 4,50,000 കൊടുക്കാം തന്നെ. ഇതിനൊന്നും കുറയാനില്ല, ഉണ്ടാവൂല, മാക്സിമം. ഓക്കെ. അപ്പൊ ടയർ ഉണ്ട്, ടയർ ഒന്നും ചെയ്യാല്ല, പുതിയ ടയറാണ്. ഇതിന്മേലെ ഒരു പണി ഉണ്ടാവില്ല. കഴിഞ്ഞാല് ഒരു ഓയിൽ ചേഞ്ച് മാറ്റിയാ ഒരു പണിയുമില്ല. ഓയിൽ ചേഞ്ച് മാറ്റാണ്ട് പിന്നെ എണ്ണടിച്ചാ ഓടാ അല്ല, എണ്ണടിക്കാ ഓടാ. ചെറിയ പൈസക്ക് ഇന്നോവ കാർ വേണമെങ്കിൽ വേഗം വന്നോളൂ. ഞാൻ ഇന്നുള്ളത് കാക്കഞ്ചേരി ചെട്ടിയാർമാട് മലബാർ യൂസ്ഡ് കാർ ഷോറൂമിലാണ്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് അമീറാണ്. അമീർ, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? അപ്പൊ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്തെന്ന് പറഞ്ഞാല് വേറെ ഒന്നല്ല കേട്ടോ, ഇവരെ ഡീലിംഗ് ആണ്. ഏതൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നല്ല വണ്ടിയുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇവർ പറഞ്ഞു കൊടുക്കും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളോട്. പിന്നെ ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കാക്കഞ്ചേരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഇടയിലായിട്ടുള്ള ചെട്ടിയാർമാട്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് വണ്ടികളെ ഡീറ്റെയിലോ അഥവാ നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ മൊബൈൽ നമ്പർ, അമീറിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇവിടെ രജിസ്റ്റേർഡ് വണ്ടിയുണ്ട്, NOC ഉള്ള വണ്ടികളും ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. UP, പിന്നെ ഡൽഹി, ഹരിയാന, ഒരുപാട് വണ്ടികളുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് പരിചയപ്പെടാം. നമുക്ക് ആദ്യം ഒരു KL10 അല്ലെ, മലപ്പുറം റൈസൻ ആയിട്ടുള്ള ഒരു വണ്ടി നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമുക്കൊരു KL10 മലപ്പുറം റൈസൻ ആയിട്ടുള്ള ഒരു ഇന്നോവ കാർ നമുക്ക് നോക്കാം. ഇത് ഓപ്ഷൻ ഏതാ വരുന്നത്? 2010 G4 വണ്ടി. മോഡൽ 2010 G4 ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, ഇത് വണ്ടി എന്തുപാട്? വണ്ടി കുഴപ്പമൊന്നുമില്ല, മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങൾ റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ. ഇതിന്റെ മെയിൻ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ലല്ലോ. മാറിയിട്ടില്ല, ഏതൊരു ക്വാർട്ടർ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഏതെങ്കിലും ക്വാർട്ടർ ഗ്ലാസ് വണ്ടിയല്ല, എന്തെങ്കിലുമൊക്കെ ചെറുതില്ലാത്ത വണ്ടികൾ ഉണ്ടാവില്ല അല്ലേ? ഓക്കെ, പുറത്തുനിന്ന് വരുമ്പോ മെയിൻ ആയിട്ട് ഈ മെയിൻ ഗ്ലാസ് ആണ് റീപ്ലേസ്. അവിടുന്നൊക്കെ അവിടെ ഒരുപാട് കല്ലടിക്കുന്ന പ്രശ്നം. അതെ, അവിടെ നമ്മളിപ്പോ ഇവിടുത്തെ പോലെ വീട്ടിലൊന്നല്ലല്ലോ വണ്ടി വെക്കുന്നത്, റോഡിന്റെ സൈഡൊക്കെ വണ്ടി വെക്കുന്നതാണ്. അപ്പൊ അതിൽക്കൂടി ബസ് ലോറിയൊക്കെ പോകുമ്പോക്ക് കല്ലടിച്ചിട്ട് പൊട്ടുന്നതാണ് മെയിൻ ആയിട്ട്. ഞാൻ അറിഞ്ഞിടത്തോളം അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതിന്റെ ഇപ്പൊ ക്വാർട്ടർ ഗ്ലാസ് ആണ് റീപ്ലേസ് ഉള്ളത്. ഓക്കെ, വേറെ മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല അല്ല. ഒരു കസ്റ്റമറിന് വിശ്വസിച്ച് എടുക്കാൻ പറ്റുമല്ലോ, വിശ്വസിച്ചെടുക്കല. വണ്ടി കുഴപ്പമില്ല. 2010 G4 അതായത് ന്യൂ മോഡൽ ആക്കിയാണ്. കുറച്ച് എക്സ്ട്രാ 2010 മോഡലാണ്, ന്യൂ ഷേപ്പിലേക്ക് മാറിയ വണ്ടിയാണ് ടൈപ്പ് 4. കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട്, സ്കേറ്റിംഗ്, ഫ്രണ്ട് സ്കേറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വർക്കുകൾ മൊത്തം ചെയ്ത വണ്ടി. ഫുൾ സ്കേറ്റിംഗ് ചെയ്തിരിക്കണം, ഫുൾ സ്കേറ്റിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. വണ്ടി ഒരു കാണാൻ നല്ല ലുക്ക്, നല്ലൊരു ന്യൂ മോഡൽ വണ്ടി. 14-15 ലുക്ക് ഉണ്ട്. ഈ 2010 ആണെങ്കിലും കാണാൻ ഒരു പുത്തൻ വണ്ടിയുടെ ഒരു ലുക്ക് ഉണ്ട്. ഒരു 2014-15 ആ ഒരു ഷേപ്പ് അല്ല. പിന്നെ ഇത് എത്ര ഓടിക്കുന്നത്? ഇത് ഓട്ടം 160 ആണ്. പക്ഷെ ജനുവിന് നമുക്ക് പറയാൻ കഴിയില്ല, കാരണം റീ വണ്ടിയല്ലേ. നമ്മള് ഹിസ്റ്ററിയും കാര്യങ്ങളും 2010 മോഡലല്ലേ, ആരാ ഹിസ്റ്ററി ഒക്കെ നോക്കുന്നത്. 160 ആണ് ഇപ്പൊ മീറ്ററിൽ കാണിക്കുന്നത്. മൂന്നാമത്തെ ഓണർഷിപ്പ് ആണ് ഉള്ളത്. മൂന്നാമത്തെ ഓണറിലാണ് ഇപ്പൊ നിൽക്കുന്നത് അല്ലെ. വണ്ടി വേറെ അപാകതകളൊന്നുമില്ല, മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇതിന് നിങ്ങൾ എത്ര ചോദിക്കുന്നത് വില? ഇത് നമ്മൾ 490 നമുക്ക് കൊടുക്കാം. 490 കൊടുക്കാം. അതില് താഴത്ത് പോരോ? ഇനി കസ്റ്റമർ വിളിച്ചോട്ടെ, നമുക്ക് എന്താ ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ വരികയാണെങ്കിൽ വിളിച്ചോളെ, നമുക്ക് എന്താ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിന് ലോണൊക്കെ എത്ര കയറും? ലോൺ 1 വർഷം വരെ ലോൺ കിട്ടുള്ളൂ. ഇത് മറ്റേ സേർട്ട് ഫിനാൻസ് കിട്ടുള്ളൂ അല്ലേ? കിട്ടും, ശ്രീരാമൊക്കെ ചെയ്യും, പക്ഷെ 1 വർഷം വരെ കിട്ടും. 1 വർഷം വരെ കിട്ടുള്ളൂ. അപ്പോ ഇവിടെ 2010 മോഡലാണ് ഇപ്പോ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഈ വണ്ടി ഇപ്പോ നിലവിൽ KL10 മലപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട്. 160 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇവർ ചോദിക്കുന്ന 490 ആണ്. ഇത് ചോദ്യം മാത്രമാണ് കേട്ടോ, വില കുറച്ച് തരും, ഫിക്സ് റേറ്റ് ഒന്നല്ല. ഇവിടെ വന്ന് ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് ഒക്കെ സെറ്റ് ആണെങ്കിൽ വില കുറച്ച് തരും. ഓക്കെ, ഗ്രേ കളറിൽ വരുന്ന ഒരു ഇന്നോവ കാർ നോക്കാം. ഇത് മോഡൽ എത്ര വരുന്നത്? 2013 മോഡൽ അല്ലേ? ഓപ്ഷൻ വരുന്ന G4 ആണ്. ഓക്കെ, വണ്ടി എന്തുവാണ് റീപ്ലേസ് ഉണ്ടോ? വണ്ടി മേജർ ആയിട്ടുള്ള ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല. ക്ലാസ് എന്തായാലും ഒന്ന് മാറിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. മെയിൻ ഗ്ലാസ് ആണോ സംശയമുണ്ട്, ഏതോ ഒരു ഗ്ലാസ് മാറിയിട്ടുണ്ട് അല്ലേ? ഈ ബോണറ്റ് ഡിക്ക് ഒന്നും മാറിയിട്ടില്ലല്ലോ. വേറെ മേജർ ആയിട്ട്. ഓക്കെ, ബാക്കിയൊക്കെ കമ്പനി വന്ന അത് തന്നെയാണ്, പിന്നെ മാറിയിട്ടില്ല. മെയിൻ ഗ്ലാസ് എന്തോ റീപ്ലേസ് ഉണ്ട്. 2013 മോഡൽ G4 ആണ്. UP രജിസ്ട്രേഷൻ വണ്ടിയാണ് കേട്ടോ. ഇപ്പൊ നിലവിൽ NOC ഉള്ള UP രജിസ്റ്റേർഡ് ആണ്. ഇപ്പോ വണ്ടി കേരള നമ്പർ ആയിട്ടില്ല. ഇപ്പൊ ഓണർഷിപ്പ് എത്ര? 1.2 സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. UP രജിസ്റ്റേർഡിലാണ് വണ്ടി ഉള്ളത്. പിന്നെ ഇതിപ്പോ കേരള നമ്പർ ചെയ്ത് കൊടുക്കുന്നതാ? എങ്ങനെ നിങ്ങൾ ചെയ്ത് കൊടുക്കും അല്ലെ? ഓക്കെ, അത് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള പ്രൈസ് ആണ് നിങ്ങൾ ചോദിക്കുന്നത്. ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കറക്റ്റ് കിലോമീറ്റർ ആണ് 2,50,000 ഓക്കെ, 250 കിലോമീറ്റർ. ഓക്കെ, 250 ഓടിക്കണ്. കറക്റ്റ് സർവീസ് ഒക്കെ ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും? ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ട് കേട്ടോ.
250 ഓടിയിട്ടുള്ളത്. പിന്നെ ഇത് നിങ്ങൾ നമ്മള് നമ്പർ ആക്കിയിട്ട് എത്ര ചോദിക്കണം? നമ്പർ ആക്കിയിട്ട് നമ്മള് 7-10 ഒരു 7 റുപ്യക്ക് കൊടുക്കാം. 7 റുപ്യക്ക് കൊടുക്കും അല്ലേ? നമ്പർ ആക്കിയിട്ട് 7 റുപ്യ കൊടുക്കാം. അതിൽ എന്തെങ്കിലും കുറയാണ്ടോ? പ്രയാസമാണ്, എന്നാലും നോക്കാം. ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കുറച്ച് കൊടുക്കും അല്ലേ? ഓക്കെ, 7-10 ചോദിക്കുന്നത്. 2013 G4 ആണ്. ഇത് നമുക്കൊരു സിൽവർ കളറിൽ വരുന്ന ഒരു ഇന്നോവ കാർ നോക്കാം. ഇത് നമ്പർ ആയ വണ്ടിയാണ് കേട്ടോ. ഓൾറെഡി KL 44 നമ്പർ ആയിട്ടുണ്ട്. ഇത് മോഡൽ എത്ര അമീർ ഭായി? ഇത് 2010 G4 2010 മോഡലാണ്. G4 ആണ്. പക്ഷെ ഈ 2010 നിങ്ങൾ പറയുമ്പോ വണ്ടി ഒരു പഴയ വണ്ടി പോലെ തോന്നില്ലല്ലോ. അതായത് ഇത് നമ്മള് ഫുള്ള് ന്യൂ മോഡലിലേക്ക് മാറ്റിയതാണ്. 2010 ആണെങ്കിലും ഇവര് വണ്ടി ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ആക്കിയിട്ട് എല്ലാ പണികള് കാര്യങ്ങള് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പോളിഷ് കാര്യങ്ങൾ പെയിന്റ് ചെയ്തിട്ടാണ് വണ്ടി നല്ല വൃത്തിയിലാണ് വണ്ടി വെച്ചിട്ടുള്ളത് കേട്ടോ. നല്ല വൃത്തിയുള്ള വണ്ടികളാണ് ഇവിടെ ഉള്ള എല്ലാ വണ്ടികളും. ഇത് മോഡല് 2010. ഓക്കെ, പിന്നെ ഇത് എത്ര ഓടിയിട്ടുണ്ട്? ഓഫർ പ്രൈസിൽ കൊടുക്കാൻ വേണ്ടി. ഓഫർ പ്രൈസ് ഇപ്പൊ പറയരുത് കേട്ടോ, ഇപ്പൊ പറയരുത്, പിന്നെ പറഞ്ഞാൽ മതി. ഇത് എത്രയാണ് ഓടിക്കുന്നത്? ഓട്ടം 190 ആണ്. 190 ജെന്യൂൻ ആണോ? സെക്കൻഡ് ഓണർ വണ്ടി, അതായത് സിംഗിൾ ഓണർഷിപ്പിൽ വന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണർ ഇപ്പോൾ ഓൾറെഡി ആയിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾ നമ്പർ ആക്കിയത് സെക്കൻഡ് ഓണറിലാണ്. ഓക്കെ, ഇനിയിപ്പോ വേറെ ഒരാൾ എടുക്കണമെങ്കിൽ മൂന്നാമത്തെ ഓണർ 10 മോഡലല്ലേ? ഓക്കെ, പ്രശ്നമല്ല. ഞാനിപ്പോ പുറത്തുനിന്ന് വരുന്ന വണ്ടികളൊക്കെ 4-5 ഓണർഷിപ്പിലൊക്കെയാണ് ഇപ്പൊ വണ്ടികൾ വരുന്നത്. അതെ. ഓക്കെ, ഇത് ഈ ഓട്ടം ജെന്യൂൻ ആണോ? ഓട്ടം കറക്റ്റ് പറയാൻ പറ്റൂല അല്ലേ? ഓക്കെ, വണ്ടി വേറെ അപാകതകളൊന്നും ഇല്ല, മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതിൽ റീപ്ലേസ് എന്താ ഉള്ളത്? ഇതിന്റെ റീപ്ലേസ് ഗ്ലാസ് എന്തോ മാറിയിട്ടുണ്ട്. മെയിൻ ഗ്ലാസ് ഡിക്കി ഗ്ലാസ് ആണ്. ഡിക്കി ഗ്ലാസ് എന്തോ മാറിയിട്ടുണ്ട്. ഓക്കെ, അത് ആരെങ്കിലും വരികയാണെങ്കിൽ ഈ വണ്ടിക്ക് വേണ്ടിട്ട് വരികയാണെങ്കിൽ നോക്കാം കേട്ടോ. ഇതിന് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് ചോദ്യമൊന്നുമില്ല, ഉത്തരം മാത്രം. നെറ്റ് റേറ്റ് ഒരേ റേറ്റ് പറയൂ. 4,50,000 റുപ്യ നമുക്ക് കൊടുക്കാം. 2010 G4 സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 4,50,000 റുപ്യ കൊടുക്കാം. തന്നെ ഇതിനൊന്നും കുറയാനില്ല, ഉണ്ടാവൂല, മാക്സിമം ആണ്. ഓക്കെ, അപ്പൊ ടയർ ഉണ്ട്. ടയർ ഒന്നും ചെയ്യാല്ല, പുതിയ ടയറാണ്. തന്നെ ഇതിന്മേലെ ഒരു പണി ഉണ്ടാവില്ല. കഴിഞ്ഞാല് ഒരു ഓയിൽ ചേഞ്ച് മാറ്റിയ ഒരു പണിയുമില്ല. ഓയിൽ ചേഞ്ച് മാറ്റാണ്ട് പിന്നെ എണ്ണടിച്ച ഓടാ അല്ല? അപ്പൊ 450 ചോദിക്കുന്നത്. പിന്നെ നെറ്റ് റേറ്റ് ആണ് കേട്ടോ, ചോദ്യമല്ല, നെറ്റാണ്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്നോളി, നോക്കിക്കോളി, കൊണ്ടുപോയിക്കോളി. ഹരിയാന രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വണ്ടി നോക്കാം. ഇത് മോഡൽ എത്ര തന്നെ? 2013 G4 2013 മോഡലാണ്. ഓപ്ഷൻ വരുന്ന G4 ഡിസംബർ വണ്ടിയാണ്, ലാസ്റ്റ് ആണ് അല്ല? ഓക്കെ, ഇത് വണ്ടി റീപ്ലേസ് ഉണ്ടോ? ഇത് റീപ്ലേസ് ഡിക്കി ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഡിക്കി ഗ്ലാസ് മാറിയിട്ടുണ്ട്. വേറെ ഡിക്കി ഇല്ല, വേറെ ഡിക്ക് പരിക്കോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ആക്സിഡന്റ് ഒന്നുമില്ല. ഓക്കെ, വണ്ടി ഇത് എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 150 150 മീറ്റർ കാണിക്കുന്ന 150 ആണുള്ളത്. പറയാൻ പറ്റൂല. ഓക്കെ, ജെന്യൂന് പറയാൻ പറ്റൂല. 150 ആണ് ഓടിയിട്ടുള്ളത്. പിന്നെ ഓക്കെ, നമ്പർ ആക്കിയിട്ടേ കൊടുക്കുള്ളൂ. 7 റുപ്യ കൊടുക്കാം. 7 റുപ്യക്കാണ് അല്ല? ഓക്കെ, നമ്പർ 13 ഡിസംബർ വൈറ്റ് ടാക്സിക്കാർക്കൊക്കെ പറ്റിയ വണ്ടിയാ. ടാക്സിക്കാർ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കാളി കേട്ടോ. വൈറ്റ് കളർ പിന്നെ കൂടുതലും ഈ ടാക്സിക്കാരാണ് നോക്കല്. പിന്നെ ഇത് വണ്ടി വേറെ അപാകതകളൊന്നും മേജർ ആയിട്ടുള്ള നമ്മളൊരു വണ്ടിക്കും മേജർ ആക്സിഡന്റ് മൈനർ ആയിട്ട് ചെറിയ എന്തെങ്കിലും ഗ്ലാസ് മാറുക, എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. വണ്ടി എന്തായാലും ഇല്ലാതെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ വണ്ടി നോക്കാൻ ഇവിടെ വരികയാണെങ്കിൽ പിന്നെ ഇവിടെ തൊട്ടടുത്ത് വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ടോ? ഇവിടെ ഉണ്ടല്ലേ? ഓക്കെ, ഫുൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കിക്കാളി കേട്ടോ. ഓക്കെ, ഇതിന് മാക്സിമം ഫിനാൻസ് ഒക്കെ എത്ര കിട്ടും? ഫിനാൻസ് നമുക്ക് നമ്പർ ആക്കി കഴിഞ്ഞാൽ 6 റുപ്യ 6.25 റുപ്യ സുഖമായിട്ട് 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ എടുക്കാൻ പറ്റും കേട്ടോ. നല്ല സ്ട്രോങ് പ്രൊഫൈൽ ആണെങ്കിൽ 1 ലക്ഷം മതി. 7-10 ചോദിക്കുന്ന വില കുറച്ച് തരും കേട്ടോ. സിൽവർ കളറിൽ വരുന്ന ഒരു ഇന്നോവ നോക്കാം. ഇത് നമ്പർ ആയ വണ്ടിയാണ് കേട്ടോ. ഇത് മോഡൽ എത്ര? 2013 G4 അല്ല? ഇവിടെ ഒക്കെ നമ്മളിപ്പോ 13 തന്നെയല്ലോ ഒരുപാട് പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. 2 വണ്ടി 13 ഉണ്ടല്ലോ. മൂന്നാമത്തെ വണ്ടിയാണ് 13, 2013. ഓക്കെ, ഇത് ഓപ്ഷൻ വരുന്നത് G4 തന്നെ ഓപ്ഷൻ വരുന്നത്. ഓക്കെ, ഇത് വണ്ടി എന്ത് പാട്? റീപ്ലേസ് ഉണ്ടോ? വണ്ടി മേജർ ആയിട്ടുള്ള ആക്സിഡന്റും കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല, ഇതിലൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഈ വണ്ടിയിൽ റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ. പിന്നെ ഇത് എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 190 ഓടിക്കുന്നത്. മീറ്ററിൽ അങ്ങനെയാണ് കാണിക്കുന്നത്, 190 ആണ്. പിന്നെ ഇസ്തിരൊന്നും ഉണ്ടാവില്ലല്ലോ? ഓക്കെ, വണ്ടി ഇപ്പൊ നിലവിൽ എത്രാമത്തെ ഓണറിൽ നിൽക്കുന്നത്? മൂന്നാമത്തെ ഓണറിലാണ് നിൽക്കുന്നത്. വണ്ടി ഒരു കാണാൻ തന്നെ നല്ല ലുക്കുള്ള വണ്ടി കേട്ടോ. ഇപ്പൊ ഉള്ളു നോക്കുകയാണെങ്കിലും പുറത്ത് നോക്കുകയാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പുതിയ സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ? ഓക്കെ, ഇതിനെന്ത് വർക്കൊന്നും ഇല്ലല്ലോ, ചെയ്യാനൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ, ഓയിൽ ചേഞ്ച് ഒക്കെ മാറ്റിക്കണല്ലോ? ഓക്കെ. അപ്പൊ ഇതിന് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? 7 റുപ്യ കൊടുക്കാം. 2013 വണ്ടിയാണ്. 7 റുപ്യ കൊടുക്കാം അല്ലേ?
ഓക്കെ. അപ്പൊ 7 രൂപയാണ് ഇവര് ചോദിക്കുന്നത്. നെറ്റ് റേറ്റാ? നെറ്റ് റേറ്റ് ആണ്. പാർട്ടി വരട്ടെ, അപ്പോഴല്ലേ നമുക്ക് ഓക്കെ. ആരെങ്കിലും ആവശ്യക്കാർ വരിക ആണെങ്കിൽ എന്തെങ്കിലും കുറച്ച് കേട്ടോ. ഓക്കെ. ഡൽഹി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഇന്നോവ കാർ നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്ര? 2015 G4 വണ്ടിയാണ്. 2015 മോഡൽ G4 ആണ്. ഓക്കെ. ഇത് വണ്ടി എന്ത് പാട് റീപ്ലേസ് ഉണ്ടോ? ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു റീപ്ലേസും ഇല്ലാത്തതുണ്ട്. ഒരു റീപ്ലേസ് ഇല്ല, അതായത് ഒരു ഗ്ലാസ് പോലും മാറാത്തതുണ്ട്. ഓക്കെ. അപ്പൊ ഇത് പക്ക വണ്ടിയാണ് കേട്ടോ. വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഇത് എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് ഓട്ടം 150 ആണ്. 150 ഓടിക്കുന്നല്ലേ? ഇത് ഹിസ്റ്ററി ഉണ്ടാവും? ഹിസ്റ്ററി ഇല്ല, പക്ഷേ വണ്ടി അപാകത കാര്യങ്ങളൊന്നും ഇല്ല. ഒരു റീപ്ലേസ്, ഒരു ഗ്ലാസ് പോലും മാറാത്ത വണ്ടി. ഒന്നും മാറിയില്ലല്ലേ? ഓക്കെ. അപ്പോ അതെ അതെ, ഈ വണ്ടി നല്ല വണ്ടി എന്നാണ് മൂപ്പര് പറയുന്നത്. 2015 മോഡല് ഹൈ ക്വാളിറ്റി വണ്ടി എന്ന് പറയാം അല്ല? ഒന്നുമില്ല, എവിടെ കൊണ്ടിട്ട് ചെക്ക് ചെയ്യാം അല്ല? ഓക്കെ. അപ്പൊ ഇതിനെത്ര നിങ്ങൾ ചോദിക്കണേ? ഇത് നമ്മള് നമ്പർ ആക്കിയിട്ട് 940 വരും. 940 ചോദിക്കുന്നുണ്ട് അല്ല? നമ്പർ ആക്കിയിട്ട് 940 ചോദിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ ഡൽഹി രജിസ്റ്റർ ആണ് വണ്ടി. അപ്പൊ NOC ലാണ് ഉള്ളത്. നമ്പർ ആക്കിയിട്ട് 940 ചോദിക്കുന്നത്. വില കുറച്ച് കൊടുക്കും. ഒരു ഗ്രേ കളറിൽ വരുന്ന ഒരു വണ്ടി. ഇത് നമ്പർ ആയ വണ്ടിയാണ് കേട്ടോ. പിന്നെ ഇത് മോഡൽ എത്ര? 2014 ടോപ്പ് വേരിയന്റ്, അതായത് Z ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ. 2014 മോഡലാണ്, ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് വരുന്നത്. Z ആണ് ഓപ്ഷൻ വരുന്നത്. വണ്ടി എന്ന് പറയുക റീപ്ലേസ് ഉണ്ട്. നമ്പർ ആയ വണ്ടിയാണ്. മേജർ ആയിട്ടുള്ള ആക്സിഡന്റും കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല, മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് ഇല്ല. ഇതിന്റെ ഒരു ക്വാർട്ടർ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. പിന്നെ മെയിൻ ഗ്ലാസ് ഒന്നും റീപ്ലേസ് ഇല്ലല്ലോ. ബോണറ്റ് ഡിക്ക് ഒന്നും റീപ്ലേസ് ഇല്ലല്ലോ. ഇല്ലല്ലോ, വേറെ ഒന്നുമില്ല. പുതിയ സീറ്റ് കവർ, നല്ല അടിപൊളി. ഓക്കെ. ഇന്റീരിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ്. പിന്നെ ഇതിനെത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ 9.45 ചോദ്യം. 9.45 ചോദിക്കുന്നത്. ഇത് മോഡൽ 2014 14Z ആണ് ചോദിക്കുന്നത്. 9.45 വില കുറയൂലേ? എന്തെങ്കിലും കട്ടി ആയിട്ട് കുറയോ? എന്തെങ്കിലും ലൈറ്റ് ആയിട്ടേ കുറയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വണ്ടിയാണ് ഇപ്പൊ കാണിച്ചത്. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരിക്കണ് ഇവിടുത്തെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ. ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഒന്നുകൂടി പറഞ്ഞത്? ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക്, അതായത് കാക്കഞ്ചേരിക്ക് അടുക്കായിട്ട് ചെട്ടിയാർമാട്. ഓക്കെ. മലപ്പുറം ഡിസ്ട്രിക്ട് ആണ്. മലപ്പുറം ഡിസ്ട്രിക്ട് എന്ന് പറയുമ്പോൾ ഈ കോഴിക്കോടിനും ഇതാ കുറച്ചൊരു 1/2 കിലോമീറ്റർ പോയാൽ കോഴിക്കോടായി അല്ല? രാമനാട്ടുകരയിൽ നിന്ന് നേരെ തൃശ്ശൂർ ഹോട്ടലിൽ കയറുമ്പോൾ കിട്ടുന്നതാണ്. പിന്നെ അപ്പോൾ ഇവിടുത്തെ വണ്ടി ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ അമീറിന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ. ഒരുപാട് വണ്ടികൾ നമുക്ക് ഇനി വരാണ്ട് കേട്ടോ. വന്ന വണ്ടികൾ കുറെ വണ്ടികൾ, ഒരു 5-8 വണ്ടികളോളം എന്തുണ്ട് നമുക്ക് പണിയിലുണ്ട് വണ്ടികൾ. ഓക്കെ. ഇപ്പൊ ഓൾറെഡി ഇവിടെ ഇവർക്ക് കുറെ വണ്ടികൾ വന്നിട്ടുണ്ട്. അത് പിന്നെ ഈ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അവിടുന്ന് കൊണ്ടുവന്നാല്. അപ്പൊ അതിന്റെ ഒക്കെ പണിയിലാണ്, ഒക്കെ വർക്ക്ഷോപ്പിലാണ്. അതൊക്കെ ഒരു 1-2 ആഴ്ചന്റെ ഉള്ളിൽ റിലീസ് ആവൂല. 2 ഉള്ളിൽ വണ്ടികൾ, അതായത് 2009 ഫുൾ ഓപ്ഷൻ വണ്ടി ഉണ്ട്, പിന്നെ 11 ഫുൾ ഓപ്ഷൻ വണ്ടി ഉണ്ട്, 14 ഉണ്ട്, ഓക്കെ, പിന്നെ 13 V ഉണ്ട്. ഓക്കെ. 5-8 വണ്ടികളോളം എന്തുണ്ട് നമ്മളിപ്പോ വന്നതുണ്ട്. അപ്പൊ ചെറിയ പണികളിലായിട്ട് ഇങ്ങനെ 1-2 ആഴ്ച കൊണ്ട് വണ്ടികൾ എത്തും. ഓക്കെ ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി, ആവശ്യക്കാരനെ വിളിച്ചോളി. അപ്പൊ ഈ വണ്ടി അല്ലാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് വിളിച്ചു ചോദിച്ചോ കേട്ടോ. ഇനിയിപ്പോ ഈ വണ്ടി പിന്നെ ഇത് വേണ്ട, വേറെ ഒന്ന് നോക്കാന്ന് നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കിക്കോളി അല്ല? അപ്പോ ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.